രാമായണം എടുത്തുയർത്തിയിട്ട് അങ്ങ് ഓൾറെഡി ഹിന്ദുക്കൾ ഇത് പഠിച്ചിട്ടുണ്ടോ ചോദിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മൾ അങ്ങേ വിളിച്ചത്. രാമായണം എല്ലാ ഹിന്ദുക്കളുടെയും അല്ല. ഹിന്ദു എന്നുള്ള ഡിനോമിനേറ്റ്സ് ആണ്, റിലീജിയസ് ഡിനോമിനേറ്റ്സ് ആണ്. അപ്പൊ അതില് വാമാചാര പാരമ്പര്യത്തിൽ മദ്യ, മത്സ്യ, മാംസം, മുദ്ര, മൈഥുനം 5 കാര്യങ്ങളെ കൊണ്ട് ഉപാസന നടത്തുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ ഒരുപാട് ഹിന്ദുക്കൾ ഇപ്പൊ നമ്മൾ മാംസം ഇപ്പൊ കണി കാണുന്ന നേരത്തെ മാംസം വിശേഷപ്പെട്ട ഒരു കാഴ്ചദ്രവ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു മുസ്ലിം വെച്ചത് കൊണ്ട് അത് തെറ്റാണ്, അത് കൃഷ്ണന് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. കാരണം കൃഷ്ണന് വാമദ്രവ്യമായിട്ട് മാംസം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതൊരു വെജിറ്റേറിയൻ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അവര് പറഞ്ഞത് ശരിയെന്ന് വരികയാണ്. ബാബാജി അങ്ങ് പങ്കുവെക്കുന്നത് ഒരു വിശാലമായ ആശയമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്കിത് പറയലേ നിർവാഹമുള്ളൂ. കാരണം മറ്റുള്ളവർ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ അതിനകത്ത് മാറി നിൽക്കുക എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞ ആശയം എനിക്ക് കൂടെ മനസ്സിലാകുന്നതാണ്. കാരണം അറിയോ, ഇതിന്റെ കമന്റ് ബോക്സിൽ തന്നെ വന്നിരുന്നു, ഉസ്താദെ ദൈവങ്ങളെ പൂജിക്കാൻ വേണ്ടി അതിന്റെ താഴെ മദ്യം, ദൈവത്തിന് ഉപാസിക്കാൻ വേണ്ടി മദ്യം വെക്കുന്നവരുണ്ട്, കോഴി, അറുത്ത കോഴി അതിന്റെ രക്തം വെക്കുന്നവരുണ്ട്, അപ്പൊ ഇവിടെ ഒരു ബിരിയാണി എന്ന് പറയുന്ന ഭക്ഷണം വെക്കുന്നതുകൊണ്ട് എന്ത് പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ ഒരാൾ ഇട്ടിരുന്നു. അപ്പോൾ ഞാനതിന് മറുപടി കൊടുക്കാത്ത എന്തുകൊണ്ടെന്ന് അറിയാവാ, ഇതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിശ്വാസമാണ് ശ്രീകൃഷ്ണന്റെ പേരിൽ മറ്റുള്ളവർക്കുള്ളതെങ്കിൽ അതിനെ ഒന്നും ട്രിഗർ ചെയ്യാൻ പാടില്ല എന്നുള്ള ആശയക്കാരാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് ഞാൻ വേറെ ഒന്നും കാണുന്നില്ല ബാബാജി. ഇന്ത്യ മഹാരാജ് ന്യൂനപക്ഷങ്ങളെ പോലെ ആക്രമിക്കപ്പെടുന്ന വിശ്വാസങ്ങൾക്ക് വേണ്ടി ഫൈറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഭാഗമായിട്ട് ഞാൻ ആ പോസ്റ്റർ അവരെ വിളിക്കാൻ നോക്കിയാൽ എനിക്ക് കിട്ടിയില്ല. ഹോട്ടൽ ഉടമകൾ എന്നെപ്പോലുള്ള ആളുകൾ അവരെത്ര വിഷമിക്കുണ്ടെങ്കിൽ നമ്മൾ പിന്തുണ പറയണം. നേരത്തെ പിന്തുണ പറഞ്ഞാൽ വേറെ വെറുതെ പ്രോത്സാഹിപ്പിക്കല്ലോ. ആശയപരമായിട്ട് തെറ്റല്ല. കാരണം ഇപ്പൊ പ്രശ്നം തെറ്റല്ല. ഹിന്ദുക്കളെ ആക്ഷേപിച്ചു, ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ചു തെറ്റാണ്. അതെന്താ സംഘപരിവാർ ഹിന്ദുത്വത്തെയാണ് അവർക്കേ വിഷയമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വിഷയമായി പോസ്റ്റ് ഇട്ടപ്പോൾ ഇതിൽ തന്നെ ഹിന്ദുത്വർ വന്നിട്ട് നമ്മളെ നന്നായി ആക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ അവര് ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന അവരുടെ ഒരു എന്താ വെച്ചാൽ വെപ്പൺ മാത്രമാണ് മുസ്ലിമിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ ഇപ്പൊ പന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓൾറെഡി ഹോട്ടലിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വണ്ടി പൈസ ചെലവാക്കി ഞാൻ ഹോട്ടലിൽ പോയിട്ട് മന്തിയും കഴിക്കും. അവർ സമ്മതിച്ച് ഞാൻ അവരെ ഹോട്ടലിൽ ഉണ്ടാക്കില്ല, പുറത്തുനിന്ന് ഞാൻ പോർക്ക് കൊണ്ടിട്ട് അവിടെ ഇരുന്ന് അതും കഴിക്കും. എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടാ വെച്ചാല് ഈ പറയുന്ന രാഷ്ട്രത്തിൽ ഭരണഘടനാപരമായിട്ട് ഭക്ഷണത്തിന് വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ കഴിച്ചോ കഴിച്ചില്ലേ എന്നുള്ളതാണെങ്കിൽ ഇവരുടെ ഗ്രന്ഥങ്ങൾ ഇവർ പരിശോധിക്കാത്തതുകൊണ്ട് മഹാഭാരതത്തിൽ വ്യാധഗീത ഒരു ഭാഗമുണ്ട്. വ്യാധഗീതയിൽ വ്യാധൻ ഇറച്ചി വെട്ടുകാരനാണ്, ഇറച്ചി വെട്ടുന്നതിന് അദ്ദേഹത്തിന് വേദാന്തം പഠിക്കാൻ അദ്ദേഹം ഇരിക്കാൻ പോകുന്നേ. ഇത് തീർത്ഥ ഗ്രന്ഥത്തിലുള്ളതാണ്. ഇപ്പൊ ശാക്തേയ ദ്രവ്യങ്ങൾ വേറെ തന്നെ കൃഷ്ണനെ സംബന്ധിച്ച് കൃഷ്ണ ദ്രവ്യങ്ങൾ പറയുന്നതിൽ വാമാചാര ദ്രവ്യങ്ങൾ. ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ ആശ്രമത്തിൽ പ്രതിഷേധാത്മകമായിട്ട് ഞാൻ ഇവിടെ രാത്രി പൂജ നടത്തുകയാണ്, കൃഷ്ണന് പൂജ നടത്തണം. അത് മാംസം വെച്ചിട്ടാ പൂജിക്കണം. അതിന്റെ പോസ്റ്റർ എന്റെ FB-യിൽ ഇട്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റിന് നമ്മൾ അറിഞ്ഞോ അറിയാതെ അങ്ങേപ്പോഴുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു സംസാരം ഉണ്ടാവും. നമ്മൾ ഹിന്ദുക്കളെ വിഷയമാണെങ്കിൽ ഇവർക്ക് വിഷമം, ഹിന്ദുക്കളിൽ ആർക്കാണ് വിഷമം? ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്. ബാബാജി, ഞാൻ ആ ഒരു മറുപടി അല്ലാതൊരു മറുപടി പറഞ്ഞാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ നല്ല ബോധ്യമുണ്ട്. ബാബാജിയുടെ തന്നെ പല വീഡിയോകളും ബാബാജി അവിടെ പൂജക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വീഡിയോ കാണിച്ചുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും. പക്ഷെ ഞാൻ പറയാതിരിക്കുന്നത് അങ്ങനെ പോലും എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് വേദന ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് മറുപടി പറയേണ്ടത് സത്യത്തിൽ ബാബാജിയാണ് മറുപടി പറയേണ്ടത്, ഞാനല്ല. ബാബാജി ചെറിയൊരു കാര്യം സൂചിപ്പിക്കാമായിരുന്നു. ഹിന്ദു എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരുപാട് വിശാലമായി സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അതുകൊണ്ട് രാമായണം പോലും എടുത്തു കളിച്ച് അങ്ങേക്ക് വേണമെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്ഷണം മാത്രമല്ല മറ്റുള്ളത് ഉണ്ട് എന്നുള്ളത് ആ സഹോദരങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് അങ്ങയുടെ ഭാഗത്തുണ്ട്. അത് അങ്ങനെയല്ല. അത് ചെയ്ത ആളുകൾ ചെയ്തത് എന്താ വെച്ചാൽ അവരെ വരച്ചതോ പിക്ചറോ ഒക്കെ ഒരു തെറ്റ്, അത് തെറ്റല്ല. ഞാൻ ഇതിനു മുമ്പ് 4-5 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഹിന്ദുത്വരൊക്കെ അംഗീകരിക്കുന്നതിന് മുമ്പേ ഞാൻ ഫ്രഷ് കോഴി പാകം ചെയ്ത് കണിദ്രവ്യമായിട്ട് വെച്ച ആളാണ്. ഇതൊക്കെ പ്രതിഷേധമാണ്. ഇത് പട്ടികജാതിക്കാരുടെ ആചാരമല്ലേ? ഇപ്പൊ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇപ്പൊ ചെയ്യണില്ല. പക്ഷെ മാടായിക്കാവ് അതുപോലെ പിഷാരിക്കാവ് ഇവിടെ ഉച്ചയ്ക്ക് കോഴി ഇറച്ചി നിവേദിക്കുന്ന ക്ഷേത്രമാണ്. അത് ചണ്ടാള ബാബാജി ചെയ്യുന്ന ആ ആശയധാരയെ പിൻപറ്റിക്കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന ഒരു ചർച്ച എന്താണെന്നറിയാവോ? അതൊന്നും ഹിന്ദു മതത്തിന്റെ അല്ല, ആരൊക്കെയോ എന്തൊക്കെയോ കാണിക്കുന്ന പറഞ്ഞൊക്കെ ഹിന്ദു മതം ആവുമെന്ന് ചോദിച്ചാൽ എനിക്കവിടെ പറഞ്ഞു. ഇതിനൊക്കെ അതാ ഞാൻ അന്ന് രാമായണത്തിന്റെ വിഷയം വന്നപ്പോൾ അങ്ങനെ വിളിക്കാൻ കാരണം ഇതിനൊക്കെ പ്രാമാണിക ഗ്രന്ഥമാണ്. ഞാൻ സക്കീർ നായിക്കിനെ കൂടെ ഞാൻ ഫോളോ ചെയ്തിരുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ച് വെച്ചാൽ ഇവരൊക്കെ ഹിന്ദു കണ്ട് എടുത്തു പിടിക്കുന്നത് 4 വേദങ്ങളും ഉപനിഷത്തുക്കളും അതല്ല. ഹിന്ദുയിസത്തിന് വ്യത്യസ്ത ഗ്രന്ഥങ്ങളും അടിസ്ഥാനങ്ങളും. ഇപ്പൊ ഈ കൗളന്മാരെ കുളാർണവം എന്നുള്ള ഗ്രന്ഥം ഫോളോ ചെയ്യുന്നേ വേദങ്ങൾ അവർക്ക് അധികാരമല്ല, വേദത്തെ അംഗീകരിക്കുന്നില്ല.
അവർണർ എന്ന് പറഞ്ഞാൽ താഴ്ന്നവരാണെന്നാ ധരിക്കുന്നത്. അങ്ങനെയല്ല, വർണ്ണഭാഷരാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഭൂരിപക്ഷ ഹൈന്ദവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേദങ്ങളുമായി ബന്ധമില്ല. വേദാചാരത്തിലും ഈ സാധനങ്ങളുണ്ട്, പക്ഷെ എനിക്ക് പോകുന്നില്ല. വീണ്ടും പറയുന്നു, ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അങ്ങയുടെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഞാനൊക്കെ ഇത്രയും കാലം ഈ തീവ്രവാദത്തെ പോലെ എതിർത്തിട്ട് ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ഇതൊരു ആക്രമണമാണെന്നും മുസ്ലിമിനെ ഒരു അപരവൽക്കരിക്കുകയാണെന്നും ബോധ്യത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ എവിടെയും മുസ്ലിങ്ങളെ എറിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. അംബേദ്കറെ മുൻനിർത്തിയിട്ട് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. ഒപ്പം ഹിന്ദുത്വമല്ല, ഹിന്ദു എന്ന വിശാല ആശയത്തെ RSSകാർക്കൊന്നും 99% എന്താ ഹിന്ദു എന്ന് അറിയില്ല. അങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ചിദാനന്ദപുരി അടക്കം പണ്ട് പറഞ്ഞത് മാറ്റി നോക്കി. ഞാൻ സന്ധ്യ നമസ്കാരം നേരാണ് എനിക്കുണ്ട്. കൂടുതൽ നമുക്ക് ഇതിൽ സംസാരിക്കാം. നമുക്ക് 9 മണിക്ക് ചർച്ച ചെയ്യാം. ഓ തീർച്ചയായും.